പൊട്ടിത്തെറിച്ചു. എൻ്റെ വീട്ടിലെ പുകക്കുഴലിൻ്റെ പുകയിലെ പുക എൻ്റെ വീടിൻ്റെ തെങ്ങിൻ്റെ പട്ടയിൽ വീണ് പട്ട കരിഞ്ഞുപോയി എന്ന് പറഞ്ഞ് തല്ലുവിടുന്ന ഒരേ ജ്യേഷ്ഠനനിയന്മാരുമുണ്ടെന്ന്. കാരണം ഇവിടെ പ്രളയവും അതുപോലെ തന്നെ കൊറോണയും ഒക്കെ വന്നപ്പോൾ ആ സമയത്ത് മാത്രം കാണുന്നൊരു സ്നേഹവും ഐക്യവും ഇവിടെ തങ്ങന്മാരും അല്ലെങ്കിൽ താത്തമാരും തമ്മിലുള്ള തർക്കവും അതിലുപരിയായിട്ടുള്ള പ്രശ്നങ്ങളും നടക്കുന്ന സമയങ്ങളിൽ, അതും ഈ റമദാനിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ പുണ്യമാസമായിട്ടുള്ള റമദാൻ മാസത്തിൽ ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം തർക്കിക്കുകയും പരസ്പരം വിമർശിക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൊടിമരത്തിൻ്റെ വലിപ്പവും കൊടിമരത്തിൻ്റെ കീഴെ എത്ര ആൾ വരുന്നു, അല്ലെങ്കിൽ എത്ര പൈസ വരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ വരുന്നു, അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, ഇതിനെക്കുറിച്ച് ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ഭൂമിയിൽ മ്യാൻമറിലും അതുപോലെ തന്നെ തായ്ലാൻഡിലുമൊക്കെ ഇന്ന് നടന്ന നടുക്കുന്ന ഭീകരതയുള്ള ഭൂമികുലുക്കം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. അതിൽ ഒട്ടനവധി പേര് മരിക്കുകയുണ്ടായി. എത്രയോ ഉയരത്തിൽ കൊടിമരം കെട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഉയരങ്ങളിലേക്ക് ഒരുപാട് ബിൽഡിങ്ങുകളും ലോകത്തിൽ ഒരുപാട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നത്, ഞങ്ങളാണ് ഏറ്റവും ഉയരത്തിൽ ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ തലമറന്ന് എണ്ണ തയ്ക്കുന്ന, അല്ലെങ്കിൽ പടച്ചവനെ അല്ലെങ്കിൽ ദൈവത്തെ മറികടന്നുകൊണ്ട് എന്നുള്ള രൂപത്തിൽ, ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്, അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നുമല്ല. അങ്ങനെ പോകുന്ന സമയത്ത് ഇതെല്ലാം നഷ്ടപ്പെടുന്നതിന്, ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നതിനും ഒരു നിമിഷം മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയുടെ ദൃശ്യങ്ങളൊന്നും കണ്ടു നോക്കുന്നത്. പ്രാദേശിക സമയം 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 12 മിനിറ്റിന്റെ ഇടവേളയിൽ തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമറിന് 16 കിലോമീറ്റർ അകലെ സഗൈങ്ങാണ് പ്രഭവ കേന്ദ്രം. മ്യാൻമറിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. ദേശീയപാതകൾ തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡലെ തകർന്നടിഞ്ഞു. പ്രസിദ്ധമായ ആവാ പാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. എഴുപത് നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി. മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി. ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനത്തിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു. കണ്ടോ, ജീവന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന ജനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് മനസ്സിലാവാനൊന്നുമില്ല. അത് എത്രയായാലും മനുഷ്യൻ മനസ്സിലാക്കില്ല, എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെ പ്രളയവും അതുപോലെ തന്നെ കൊറോണയും ഒക്കെ വന്നപ്പോൾ ആ സമയത്ത് മാത്രം കാണുന്നൊരു സ്നേഹവും ഐക്യവും, അതിനുശേഷം ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് ഒരുപാട് വിദ്വേഷങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന, വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന ഒരുപാട് ജനങ്ങളും അതിനുവേണ്ടി ഇല്ലാതിരിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം, എല്ലാം നശിക്കാൻ
ഒത്തിരി സമയമേ വേണ്ടുള്ളൂ. ഇനിയും നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യന് എത്ര ഉയരങ്ങളിൽ പോയാലും അവൻ്റെ അഹങ്കാരം ഒരിക്കലും അവൻ മാറ്റുകയില്ല. കാരണം അത് മനുഷ്യ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ പ്രകൃതിയുടെ മുന്നിലും ഒരു കാറ്റിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഒരു ചലനത്തിൻ്റെ മുന്നിൽ ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കൊറോണ ഉണ്ടായ സമയത്ത് എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഭയങ്കര സഹകരണത്തിലായിരുന്നു. പ്രളയം വന്നപ്പോൾ പ്രളയത്തിലുണ്ടായ ആ വെള്ളക്കെട്ടിന് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ അവൻ നാനാജാതി വിഭാഗങ്ങളുടെ വീടുകളിനുള്ളിലൂടെ മതിൽക്കെട്ടുകളെല്ലാം തകർത്തുകൊണ്ട് ഒഴുകി എങ്ങോട്ടെങ്കിലും പോകാനുള്ള വെപ്രാളത്തിൽ പലരെയും ജീവനും എടുത്തുപോയി. അതുപോലെ തന്നെ വയനാട്ടിലെയും ചൂരൽമലയിലെയും ഒക്കെ സംഭവങ്ങളൊക്കെ അത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ വെള്ളത്തിന് ഒരു മതിൽക്കെട്ടുകളോ ഒരു ജാതിയോ ഒരു വിഭാഗമോ അമ്പലമോ പള്ളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വെള്ളം അല്ലെങ്കിൽ ആ ജലം ഒഴുകിപ്പോവാൻ അതിൻ്റേതായ വഴിയിലൂടെയൊക്കെ അത് ഒഴുകിപ്പോയി. ഇന്ന് മഴ പെയ്യുന്ന സമയത്ത് മറ്റുള്ളവൻ്റെ വീട്ടിലെ വെള്ളം എൻ്റെ മതിൽക്കെട്ടിൽ കയറുന്നു എന്ന് പറഞ്ഞ് തർക്കം വെച്ച് കല്ല് വെച്ച് അടച്ച് അതിന് തർക്കം പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മതിൽക്കെട്ടുകളിൽ സംരക്ഷിതരായി ഇരുന്നിട്ട് പോലും അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് തെറിച്ചു, എൻ്റെ വീട്ടിലെ പുകക്കുഴലിൻ്റെ പുകയിലെ പുക എൻ്റെ വീടിൻ്റെ തെങ്ങിൻ്റെ പട്ടയിൽ വീണ് പട്ട കരിഞ്ഞുപോയി എന്ന് പറഞ്ഞ് തല്ലുവിടുന്ന ഒരേ ജ്യേഷ്ഠനനിയന്മാരുമുണ്ടെന്ന്. അപ്പോൾ പരസ്പരം കൊറോണയുടെ പേരിൽ എൻ്റെ മകനെ അവൻ നോക്കിയില്ല, എൻ്റെ മകൻ്റെ മകനെ മറ്റുള്ളവർ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുള്ള വീട്ടുകാരുണ്ട്. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. അപ്പം മനുഷ്യൻ ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് ഒരു നല്ല മനസ്സോടു കൂടി ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും ഈ അവസാന ഘട്ടത്തിലെ ഈ 2025 റമദാൻ മാസത്തിലെ അവസാന ഘട്ടത്തിലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ വിഷമകരമായി തോന്നി. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള വിഷമകരമായ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, സന്തോഷവും സമാധാനവും എല്ലാ സ്ഥലത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും അവിടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അവർ മാത്രമേ പറയാനുള്ളൂ.